കലോത്സവത്തിൽ താമരപ്പൂവിനെ ഒഴിവാക്കിയ സംഭവത്തിൽ യുവമോർച്ച പ്രതിഷേധം. വിദ്യാഭ്യാസ മന്ത്രിക്ക് താമരപ്പൂവുമായി എത്തിയാണ് തൃശൂരിൽ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. അവിടെ പ്രതിഷേധം നടക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്കറിയാം, സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾക്ക് പൂക്കളുടെ പേരുകൾ നൽകിയിരുന്നു. അതിൽ നിന്ന് താമരപ്പൂവിനെ ഒഴിവാക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന വാദം കനക്കുന്നതിനിടെയാണ് യുവമോർച്ച പ്രതിഷേധം കടുപ്പിക്കുന്നത്. സാനു കെ സജീവ് ചേരുകയാണ്. സാനു, പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണല്ലേ? രാഖി, ഈ കലോത്സവ വേദികൾക്ക് പുഷ്പങ്ങളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അത് 25 വേദികളാണുള്ളത്. ആ 25 വേദികൾക്ക് 25 പുഷ്പങ്ങളുടെ പേര് കൊടുക്കുമ്പോൾ ദേശീയ പുഷ്പമായിട്ടുള്ള താമരനെ ഒഴിവാക്കിയിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇവരുടെ ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ യോഗം നടക്കുന്നുണ്ട്. ആ യോഗ സ്ഥലത്തേക്ക് താമരപ്പൂകളുമായി എത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മനഃപൂർവ്വം ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയെന്നാണ് യുവമോർച്ചയും അതേപോലെ തന്നെ BJP ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ വേദിക്ക് മുന്നിൽ, ഈ യോഗം നടക്കുന്ന ഈ ഓഡിറ്റോറിയത്തിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് അടക്കം താമരപ്പൂക്കൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ പ്രതിഷേധമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പം മേയർ അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. ആ മേയറെ തടഞ്ഞിരിക്കുകയാണ്. മേയറെ ഉള്ളിലേക്ക് കടത്തിവിടാതെ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. പോലീസ് വലിയ ബന്ദോബസ്തൊക്കെ തീർത്തിട്ടുണ്ട്. മേയറെ പോലും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മേയർ ഇതിൽ മറ്റു വഴികളിലൂടെ പോകുന്നു. മറ്റു വഴി, അതായത് യുവമോർച്ച ഈ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുന്നതിനാൽ മേയർ അടക്കം മറ്റു വഴികളിലൂടെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ യുവമോർച്ച വ്യക്തമാക്കിയിരുന്നു, ഇപ്പോഴത്തെ തീരുമാനം, ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം മാറ്റിയില്ലെങ്കിൽ വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകും. അല്ലെ, ഈ നിലപാടിൽ നിന്ന് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇവിടെ കലോത്സവം നടക്കുന്ന ദിവസങ്ങളിലടക്കം വലിയൊരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് യുവമോർച്ച അറിയിച്ചിരുന്നു. ഇന്നലെ BJPയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം അത് തന്നെ ആവർത്തിച്ചിരുന്നു. ഇപ്പോഴത്തെ നിലപാട് തിരുത്തണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം എന്തായാലും ഇവിടെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്തുണ്ട്. എന്താണ് ഇപ്പോൾ ഒരു പ്രതിഷേധത്തിന് കാരണം? കലോത്സവ വേദികളിൽ നിന്ന് ബുദ്ധിപൂർവം താമര പുഷ്പത്തെ വേദികളുടെ 25ഓളം പുഷ്പങ്ങളിൽ നിന്ന് നമ്മുടെ ദേശീയ പുഷ്പമായ താമരയെ ഒഴിവാക്കിയിരിക്കുന്നതാണ്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയണം. കൊച്ചുകുട്ടികൾ, വളർന്നു വരുന്ന കൊച്ചുകുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഇവരെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം തുന്നിക്കൊടുക്കല്ലേ ഇവർ ചെയ്യുന്നത്, കുത്തിവെച്ച് കൊടുക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെയാണ് യുവമോർച്ച തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സമരം ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിനെ ഭരണാധികാരികൾക്ക് ഞങ്ങൾ ഈ താമര നൽകിക്കൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കും. ഈ താമരയോട് എന്താണ് ഇവർക്ക് ഈ ഐത്തം? അതാണ് അറിയേണ്ടത്. എന്തുകൊണ്ടാണ് ഇവർക്ക് താമര കൊണ്ട് ഐത്തം? നമ്മുടെ ദേശീയ പുഷ്പമല്ലേ താമര? ഒരു പാർട്ടിയുടെ, കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം മാത്രമാണോ താമര? ഇവർ ഭയപ്പെടുകയാണ്, ഇവർക്കെല്ലാം ഭയമാണ്. ഇപ്പോൾ ഈ ഭരിക്കുന്ന ഭരണകൂടത്തിന് BJP, ഭാരതീയ ജനതാ പാർട്ടി എന്ന ഈ പാർട്ടിയോട് എല്ലാ തരത്തിലുള്ള വിദ്വേഷങ്ങൾ കാണിക്കുന്നത് ഇവരുടെ ഭയം, ഇവരുള്ളിലെ ഭയം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നിലപാട് മാറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ കലോത്സവം ഇവിടെ നടക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും. വേദികളിൽ താമര പുഷ്പത്തിൻ്റെ പേരും കൂടിയും അതിൽ ഉൾക്കൊള്ളിക്കുന്നത് മാത്രമാണ് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകും. നിലവിലെ എന്താണോ എടുത്തിരിക്കുന്ന തീരുമാനം, ആ തീരുമാനം മാറ്റിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം തുടരും. കലോത്സവ ദിവസങ്ങളിലടക്കം ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ചൊക്കെ ഇവർ നടത്തുമെന്നാണ് യുവമോർച്ച വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും താമരപ്പൂവിൻ്റെ പേര് ചേർക്കണം, അല്ലെ ദേശീയ പുഷ്പത്തെ മനഃപൂർവ്വം ഒഴിവാക്കി ഈ താമരപ്പൂവിനോട് എന്താണ് ഇത്ര വിദ്വേഷം എന്നടക്കമുള്ള കാര്യങ്ങളാണ് യുവമോർച്ച ചോദിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി, സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾക്ക് പൂക്കളുടെ പേരാണ് നൽകിയിട്ടുള്ളത്. അവിടെ നിന്ന് ഈ ദേശീയ പുഷ്പമായ താമരയുടെ പേര് ഒഴിവാക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് പ്രതിഷേധം കടുക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു താമരപ്പൂ നൽകണം, അതിനു വേണ്ടിയിട്ടാണ് യുവമോർച്ച പ്രവർത്തകർ അവിടെ എത്തിയത്. വലിയ പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. എന്തിനാണ് താമരപ്പൂവിനോട് ഇത്ര ഐത്തമെന്ന് ചോദിച്ചാൽ മനസ്സിലാകുന്നില്ല. താമരപ്പൂ എന്താ പൂവല്ലേ എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നൽകേണ്ട ഉത്തരമാണ്. 25 പൂക്കളുടെ പേരുകൾ വേദികൾക്ക് നൽകി. പക്ഷേ അവിടെ താമര എന്ന ഒരു പൂവിൻ്റെ പേര് മാത്രം അവർ ഒഴിവാക്കി. എങ്ങനെയാണ് ദേശീയ പുഷ്പത്തിൻ്റെ പേര് ഒഴിവാക്കിയത് എന്ന ചോദ്യത്തിന് അവർ അനൗദ്യോഗികമായി നൽകുന്ന വിശദീകരണം വിവാദങ്ങൾ ഒഴിവാക്കാൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ വിഷയമൊക്കെ വിവാദമാകുന്നത് എന്നത് അവർ തന്നെ ഉത്തരം നൽകേണ്ടതാണ്. താമരയെ 25 പൂക്കളുടെ കൂട്ടത്തിൽപ്പെടുത്തിയാൽ വിവാദം ഉണ്ടാകുമെന്നവർ പറയുന്നുണ്ട് എങ്കിൽ അത് നല്ലൊരു സൂചന അല്ല എന്നതുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. ഒരു അപകടകരമായ സൂചന അതിന് പിന്നിലുണ്ട്. ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര. ഇന്നും താമരയാണ് ദേശീയ പുഷ്പം. അങ്ങനെ ഒരു പുഷ്പത്തിന്റെ പേരിനെ ഇവർ എന്തിന് ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമാണ് താമര. അതുകൊണ്ട്
അതുകൊണ്ട് താമരയെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും, അതെങ്ങനെയാണ് അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും അതിന് എതിരെ ചോദ്യങ്ങൾ ഉയരും. ഇത് ഭാരതത്തിൽ തന്നെയാണ് കേരളം. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാരിന്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തോന്നുംപടി ചെയ്യേണ്ടതല്ല കാര്യങ്ങൾ എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധം യുവമോർച്ച തൃശ്ശൂരിൽ നടത്തുകയാണ്. അവിടെ മേയർ സ്ഥലത്ത് എത്തി മേയറെ അകത്തേക്ക് കടത്തിവിടാതെ ശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ്. മേയർ വഴിതിരിഞ്ഞ് മറ്റൊരു വഴിയിലൂടെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അവിടെ വലിയൊരു പോലീസ് സന്നാഹമുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കേരളത്തിലെ കുട്ടികൾക്ക് ഒരു മനോഹരമായ പുഷ്പത്തെ മാത്രം മാറ്റി നിർത്തി 25 പൂക്കളെ പരിചയപ്പെടുത്തുന്നത് അന്തരീക്ഷം സുഗന്ധപൂരിതമാക്കാനാണോ അതല്ല ചുറ്റുപാടുകൾ ഉദ്യാന സമാനം സുന്ദരമാക്കാനോ ഉപകരിക്കില്ല എന്നുള്ളത് കൂടി സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയാണ് യുവമോർച്ച എന്നുള്ളതാണ്. തൃശ്ശൂരിൽ ശക്തമായ പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്ത് നിന്ന് അലയടിക്കുകയാണ്. ദേശീയ പുഷ്പമായ താമരപ്പൂവിനെ ഒഴിവാക്കിക്കൊണ്ട് വേദികൾക്ക് പേരിടുന്നു. എന്നിട്ട് പറയുന്ന അനൌദ്യോഗികമായ വിശദീകരണം വിവാദങ്ങൾ ഒഴിവാക്കാൻ. സാനുവിലേക്ക് പോവുകയാണ്. സാനു തുടരുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. സാനു, ഇപ്പോൾ അവിടെ യുവമോർച്ച പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത്? രാഖി, തീർച്ചയായിട്ടും ഈ ഗ്രീൻ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് അകത്ത് നടക്കുകയാണ്. അവിടെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, അതേപോലെ തന്നെ റവന്യൂ മന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന യോഗം നടക്കുന്നു. അതിന് മുന്നിലാണ് ഈ പ്രതിഷേധം നടന്നത്. എന്തായാലും പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. താമരപ്പൂവുമായി എത്തിയ പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിക്ക് താമരപ്പൂ നൽകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എത്തിയത്. എന്തായാലും ഈ ഗേറ്റിന് മുന്നിൽ വലിയ ബന്ദോബസ്ത് ഉണ്ടായിരുന്നു, പോലീസ് ബന്ദോബസ്ത് ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ചേർത്തുനിന്ന് നീക്കുകയാണ്. ഇവിടുത്തെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരുള്ളിൽ യോഗം നടത്തുകയാണ്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായിട്ട് യുവമോർച്ച പ്രവർത്തകർ എത്തി. അല്പം മുമ്പ് മന്ത്രി വ്യക്തമാക്കിയത് ഈ ഒരു കലോത്സവ വേദിക്ക് ഈ ഒരു പേര് നൽകുന്നതിൽ താമരപ്പൂവിനെ ഒഴിവാക്കിയത് ഒരു ദേശീയ പുഷ്പം എന്നുള്ളതിനപ്പുറം BJPയുടെ ഒരു ചിഹ്നമാണ്, തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ്, ആ പാർട്ടിയുടെ ചിഹ്നമാണ്. ആ പാർട്ടിയുടെ ചിഹ്നമായതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഇതേ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇപ്പോൾ ഈ വേദിയിലേക്ക് പോകുന്നത്. യുവമോർച്ച പ്രവർത്തകരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയതിന് തൊട്ട് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അത് രാഖി, ഇതിന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത് ഈ ഒരു വിവാദം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമായിട്ടുള്ള താമരനെ ഒഴിവാക്കിയത്. അതേപോലെ തന്നെ കഴിഞ്ഞ കലോത്സവം നടന്ന സമയത്തും, അതായത് ഇതിനു മുൻപ് തൃശ്ശൂരിൽ കലോത്സവം നടന്ന സമയത്തും ഈ പുഷ്പങ്ങളുടെ പേരായിരുന്നു നൽകിയത്. അന്നും താമരയുടെ പേര് ഒഴിവാക്കിയിരുന്നു. അന്നുണ്ടാകാത്ത വിവാദമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് രാവിലെ ഉണ്ടായ പ്രതികരണം. എന്തായാലും വരും ദിവസങ്ങളിലും സമാന നിലയിൽ തന്നെയുള്ള പ്രതിഷേധം ഉണ്ടാകും. ഇപ്പോഴത്തെ നിലപാട് മാറ്റിയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും യുവമോർച്ചയുടെ ഭാഗത്തുനിന്ന് BJPയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇവർക്ക് ഈ ദിവസങ്ങളിൽ നിലപാട് മാറ്റാനുള്ള അവസരമുണ്ട്. ഇനിയും ദിവസങ്ങളുണ്ട് കലോത്സവത്തിന്. ആ കലോത്സവത്തിനുള്ള ദിവസങ്ങൾ ഉള്ളതിനാൽ ഈ നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാട് തിരുത്തി കഴിഞ്ഞാൽ പ്രതിഷേധങ്ങൾ ഒഴിവാകും. അല്ലെങ്കിൽ കലോത്സവം നടക്കുന്ന ദിവസം പോലും കലോത്സവ വേദിയിലേക്ക് ഉള്ള പ്രതിഷേധം പോലും നടത്തുമെന്നാണ് യുവമോർച്ച വ്യക്തമാക്കിയിട്ടുള്ളത്. രാഖി, എന്തായാലും സാനു, ഈ ഭാരതത്തിന്റെ ദേശീയ പുഷ്പം നമ്മുടെ കേരളത്തിന് പുഷ്പമല്ലത്രേ എന്നാണ് നമുക്ക് കാണുമ്പോൾ തോന്നിപ്പോകുന്നത്. എന്തായാലും യുവമോർച്ച പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കലോത്സവ വേദിയിൽ 25 വേദികളുണ്ട്. കലോത്സവത്തിന്റെ ഭാഗമായി അവിടെ നിന്ന് ഈ താമര എന്ന പേരിനെ അവർ ഒഴിവാക്കുകയായിരുന്നു. താമര എന്ന ഒരു പുഷ്പത്തിന്റെ പേര് വേദിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു നമ്മുടെ സർക്കാർ. ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധവുമായി യുവമോർച്ച അണിനിരന്നത്. അവിടെ നിന്ന് യുവമോർച്ച പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്.